ഹിന്ദു വിശ്വാസപ്രകാരം നിറങ്ങളുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഉത്സവമാണ് ഹോളി. ഉത്തരേന്ത്യയിൽ പ്രധാനമായും ആഘോഷിക്കുന്ന ഈ ഉത്സവം പക്ഷേ ഇപ്പോൾ ഇന്ത്യയെ നിറം കെടുത്തുന്നതിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ ഉത്സവമാക്കി മാറ്റുകയാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ഹോളി ആഘോഷത്തിൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ ഉത്തർപ്രദേശിൽ മാത്രം 189 പള്ളികൾ ടാർപോളിനിട്ട് മൂടിവെച്ചു എന്നിടത്താണ് ഇന്ത്യ അഭിമാനമായി കൊണ്ടു നടന്നിരുന്ന മതേതരത്വം, നാനാത്വത്തിൽ ഏകത്വം, സഹിഷ്ണുത എന്നിവയൊക്കെ നിറം കെട്ടുപോകുന്നത്. ഇങ്ങനെയൊക്കെ കെട്ടിവെച്ചിട്ടും പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടും പള്ളികൾക്ക് നേരെ ആക്രമണം നടന്നു എന്നിടത്താണ് ഹോളി ആഘോഷം വെറുപ്പിൻ്റെ കൂടി നിറമാകുന്നത്. കേരളത്തിൽ ഹിന്ദു വിശ്വാസികൾക്ക് പൊങ്കാലയിടാൻ പള്ളിയുടെ ഗേറ്റ് തുറന്നു കൊടുക്കുമ്പോൾ, ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ പള്ളി അങ്കണം ഒരുക്കി നൽകുമ്പോൾ ഉത്തരേന്ത്യ പക്ഷേ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത മണ്ണാക്കി മാറ്റുകയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ. ഹോളി ആഘോഷത്തിനിടെ പള്ളികൾക്ക് നേരെ ആക്രമണമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അവ ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയിട്ടും കാര്യമുണ്ടായില്ല. ഉത്തർപ്രദേശിൽ ഹോളി ആഘോഷക്കാർ പള്ളിയുടെ വാതിലിൽ കളർ കൊണ്ട് ജയ് ശ്രീറാം എന്ന് എഴുതി വെച്ചു. തീവ്ര ഹിന്ദുത്വവാദികൾ അവകാശവാദം ഉന്നയിക്കുന്ന സംബലിലെ ഷാഹി മസ്ജിദിന് സമീപത്തെ മറ്റൊരു പള്ളിക്ക് നേരെയാണ് ഈ അതിക്രമം ഉണ്ടായത്. പള്ളിയുടെ ചുമരിൽ ഹോളി ആഘോഷിക്കാൻ ഉപയോഗിച്ച കളർ കൊണ്ടാണ് ജയ് ശ്രീറാം എന്ന് പെയിന്റ് ചെയ്തത്. സംസ്ഥാനത്ത് സമാധാനപരമായ ഹോളി ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവകാശപ്പെടുന്നതിനിടെയാണ് സംസ്ഥാനത്തിന് തന്നെ ശ്രദ്ധാകേന്ദ്രമായ ഒരിടത്ത് ഈ സംഭവം അരങ്ങേറിയത്. ഇന്നലെ ഉച്ചയോടെ നടന്ന ആഘോഷത്തിനിടെ പള്ളിയുടെ പ്രവേശന കവാടത്തിൽ ഒരു കൂട്ടം കൗമാരക്കാർ നിറങ്ങൾ തളിക്കുകയും ജയ് ശ്രീറാം എന്ന് എഴുതി വെക്കുകയുമായിരുന്നു. സംഭവത്തിൽ പള്ളി കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വീരേഷ്, ബ്രജേഷ്, സതീഷ്, ഹൽസ്വരൂപ്, ശിവോം, വിനോദ് എന്നിവരുടെ പേരുകൾ പരാതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ സംഭവത്തിൽ കേസെടുത്തതായോ പ്രതികളെ അറസ്റ്റ് ചെയ്തതായോ ഉള്ള വിവരങ്ങൾ ലഭ്യമല്ല. അലിഗഡിലും സമാന സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബ്ദുൽ കരീം ചൗക്കിലെ അബ്ദുൽ കരീം മസ്ജിദിന് പുറത്ത് ഹോളി ആഘോഷിക്കുന്ന ഒരു സംഘം ടാർപോളിൻ കൊണ്ട് മൂടിയിട്ടും പള്ളിക്ക് നിറം നൽകാൻ ശ്രമിച്ചു. ഒരു സംഘം ആളുകൾ ഉച്ചത്തിൽ വർഗീയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രകോപനപരമായ ഗാനങ്ങൾ ആലപിക്കുകയും നൃത്തം ചെയ്യുകയുമായിരുന്നു. പള്ളിയിൽ വിശ്വാസികൾ നിസ്കരിക്കുമ്പോഴാണ് ഈ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായത്. ഏറെ പ്രകോപനപരമായ സാഹചര്യം ഉണ്ടായിട്ടും ഇസ്ലാം മത വിശ്വാസികൾ സംയമനം പാലിച്ചതുകൊണ്ട് പ്രദേശത്ത് സംഘർഷമുണ്ടായില്ല. ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടം കലാപത്തിലേക്ക് നീങ്ങിയേനെ. പ്രകോപനം സൃഷ്ടിക്കുന്നവർ ആഗ്രഹിക്കുന്നതും അത്തരം സംഘർഷം ഉണ്ടാക്കാനും ആക്രമണം അയച്ചുവിടാനുമാണ്. അതേസമയം ഉത്തരേന്ത്യയിൽ നൂറുകണക്കിന് പള്ളികൾ ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയാണ് രാജ്യം ഹോളി ആഘോഷത്തിന് ഒരുങ്ങിയത്. ഉത്തർപ്രദേശിൽ മാത്രം ടാർപോളിനിട്ട് മൂടിയത് 189 പള്ളികളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആഘോഷത്തിനിടെ നിറങ്ങൾ വിതറുമ്പോൾ അത് പള്ളിയിൽ വീഴുന്നത് ഒഴിവാക്കാനുള്ള സുരക്ഷാ നടപടിയുടെ ഭാഗമാണിതെന്നാണ് ന്യായമെങ്കിലും അക്രമം തടയുകയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ബറേലിയിൽ മാത്രം 109ഓളം പള്ളികൾ ടാർപോളിൻ കൊണ്ട് മൂടിയിട്ടുണ്ട്. ഹോളിയുടെ തലേദിവസം നടന്ന രാംബാരാത്തിൻ്റെ ഭാഗമായി വഴിയിലുള്ള എല്ലാ പള്ളികളിലും 5000-ലധികം പോലീസുകാരെയാണ് വിന്യസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലയിൽ പോലീസ് സംഘം മാർച്ച് നടത്തിയിരുന്നു. സംബലിലെ 10 പള്ളികളിലും അലിഗഡിലെ 3 പള്ളികളിലും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെയാണ് രാജ്യത്ത് ഇപ്പോൾ ഹോളി ആഘോഷിച്ചു വരുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.